ഹായ് ഓൾ, നമ്മൾ ഇന്ന് ആക്ച്വലി ICSIയുടെ ഓഗസ്റ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ ബുള്ളറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ CSET പേപ്പർ 3 ഇക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഇക്കണോമിക്സിൻ്റെ പാർട്ടിൽ വരുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, first question, the dash is the difference between the monetary value of exports and imports of output in an economy over a certain period of time. അതായത് ഒരു certain period of ടൈമിൽ ഒരു എക്കണോമിയിലുള്ള ടോട്ടൽ എക്സ്പോർട്സിൻ്റെയും ഇമ്പോർട്ട്സിൻ്റെയും മോണിറ്ററി വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെ എന്താണ് പറയുക? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഓപ്ഷൻ ബി ബാലൻസ് ഓഫ് നാഷണൽ ഇൻകം, ഓപ്ഷൻ സി ബാലൻസ് ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് ട്രേഡ്. ഓക്കെ, ഇപ്പൊ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബാലൻസ് ഓഫ് ട്രേഡ്. ഒരു എക്കണോമിയിലുള്ള ടോട്ടൽ എക്സ്പോർട്സിൻ്റെയും ഇമ്പോർട്ട്സിൻ്റെയും മോണിറ്ററി വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിലുള്ള ഈ ഡിഫറൻസിനെ നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, next question, no change in the goal of the firm is the assumption of which of the following laws of economics? ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ കുറേ ലോസ് ഉണ്ട്. അപ്പം 4 ലോസ് ഓഫ് എക്കണോമിക്സ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ലോസ് ഓഫ് സപ്ലൈ, ഓപ്ഷൻ ബി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഓപ്ഷൻ സി ലോ ഓഫ് ഡിമാൻഡ്, ഓപ്ഷൻ ഡി ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഈ 4 ലോയിൽ ഏത് ലോ ആണ്, ഏത് ലോയുടെ എക്കണോമിക് ലോയുടെ അസംഷൻ ആണ് നോ change in the goal of the firm? No change in the goal of the firm. Okay, and the right answer is option A, law of supply. Law of supply. Law of supply actually the law relationship of price and supply ആണ് കാണിക്കുന്നത്. the law itself പറയുന്നത് relationship of price and supply based on some assumption ആണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഒരു അസംഷൻ ആണ് no change in the goals of the firm. No change in the goals of the firm. Okay, next question, the dash have the ability to think of newer, better, more economical ideas of business organization and management, and they are the business leaders and contributors to the economic development of the country. Okay, but 4 type of entrepreneurs, 4 kind of entrepreneurs തന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, ഓപ്ഷൻ ബിയിൽ സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്, ഓപ്ഷൻ സിയിൽ ലൈഫ് ടൈമർ ഓൺട്രപ്രണർ, ഓപ്ഷൻ ഡിയിൽ ഡ്രോൺ ഓൺട്രപ്രണർ. ഈ 4 ടൈപ്പ് ഓഫ് ഓൺട്രപ്രണേഴ്സിൽ ഏത് ടൈപ്പ് ഓൺട്രപ്രണർക്കാണ് ദ എബിലിറ്റി ടു തിങ്ക് ഓഫ് ന്യൂവർ, ബെറ്റർ, മോർ എക്കണോമിക്കൽ ഐഡിയാസ് ഫോർ ദി ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റുക? ഓക്കെ, ആൻഡ് അതിൽ ക്വസ്റ്റ്യനിൽ സ്ട്രെസ് ചെയ്യേണ്ട വേർഡ്സ് കീ വേർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ടു തിങ്ക് ന്യൂവർ, ബെറ്റർ, മോർ എക്കണോമിക്കൽ ഐഡിയാസ്. ന്യൂവർ ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള, മോർ എക്കണോമിക്കൽ ഐഡിയാസ് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി, അത് ഏത് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണ്? ആൻഡ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, സോ ഈ വേർഡ്സ്, അതായത് ന്യൂവർ ആയിട്ടുള്ള, ബെറ്റർ ആയിട്ടുള്ള, മോർ എക്കണോമിക്കൽ ഐഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ന്യൂവർ, ബെറ്റർ ആയി കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. സോ അത് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ആണ്. അപ്പോൾ ഈ ബെറ്റർ, ന്യൂവർ, എക്കണോമിക്കൽ എന്ന് പറയുന്ന വേർഡ്സ് എല്ലാം കേൾക്കുമ്പോൾ അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണെന്നും ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ആണെന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതുപോലത്തെ കീ വേർഡ്സ് ഓർത്ത് വെക്കണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the major transformation of entrepreneurship in India began with the economic policy reforms in 1991. This policy has included 3 major aspects. Okay, question എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ബിഗിൻ ചെയ്യുന്നത് നമുക്ക് ഇക്കണോമിക് പോളിസി റിഫോംസ് 1991 എക്കണോമിക് പോളിസി റിഫോംസ്. ഈ എക്കണോമിക് പോളിസി റിഫോംസിന് 3 മേജർ കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻ എ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഓപ്ഷൻ ബി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ഓപ്ഷൻ സി പീപ്പിൾ പ്രോസസ് പ്രോഡക്റ്റ്, ഓപ്ഷൻ ഡി പീപ്പിൾ പ്ലാനറ്റ് പ്രോഫിറ്റ്. ഇതിൽ ഏത് കമ്പോണൻ്റ് ആണ് എക്കണോമിക് പോളിസി റിഫോം 1991 മേജർ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ചോദിക്കുന്നത്? ഓക്കെ, അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓക്കെ, സോ എക്കണോമിക് പോളിസി റിഫോംസ് 1991 കേൾക്കുമ്പോൾ തന്നെ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഓർത്തു വെക്കുക. ഇതാണ് ആ ഒരു പോളിസീൻ്റെ മൊത്തത്തിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. സോ എക്കണോമിക് പോളിസി റിഫോംസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്, മേജർ കമ്പോണന്റ് ആണ് ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
The Make in India initiative is aimed at transforming India to global manufacturing hub and contained a draft proposal to attract investment from both local and foreign corporate houses. Choose the correct option. Okay. നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണോ, ട്രൂ ആണോ, മേ ബി ഓർ അബ്സല്യൂട്ട്ലി നോട്ട്, ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ്. അപ്പം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ്. മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ എയിം എന്താണ്? എയിം ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇൻ ടു എ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ് ആൻഡ് ഓൾസോ ഈ മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് കണ്ടെയ്ൻ ദ പ്രപ്പോസൽ ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ബോത്ത് ലോക്കൽ ആൻഡ് ഫോറിൻ കോർപ്പറേറ്റ് ഹൗസസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ആക്ച്വലി രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യണേ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് എന്ന് പറയുന്നു. അത് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്രപ്പോസലിലൊന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്ട് ചെയ്യണം. ബോത്ത് ഇന്ത്യ അതേപോലെ ഫോറിൻ കോർപ്പറേറ്റ് ഹൗസസിന് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിൻ്റെ ഒരു പ്രപ്പോസലാണെന്ന് പറയുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, അതായത് ഫോൾസ് ആണോ, ട്രൂ ആണോ, മേ ബി ഓർ അബ്സല്യൂട്ട്ലി നോട്ട്, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ട്രൂ എന്നാണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, സോ ഈ 5 ക്വസ്റ്റ്യനും നമുക്ക് എക്സാമിന് വരാൻ പോസിബിലിറ്റീസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, ഓർത്ത് വെക്കുക. എക്സാമിന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു സോ മച്ച്.